നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചില തെറ്റുകുറ്റങ്ങൾ വരാറുണ്ട്. ആ സാഹചര്യത്തിൽ സമൂഹം നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ മനസ്സ് വേദനിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ? പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അവൻ വഴുതി ചെളിയിലേക്കൊന്ന് വീണു. അവൻ നോക്കിയപ്പോൾ തന്റെ വസ്ത്രം ആകെ ചെളിയായി വൃത്തികെട്ട ഒരവസ്ഥയിലായി പോയി. അവൻ പേടിച്ചുപോയി. അവൻ ഓടി പിതാവിന്റെ അടുക്കൽ പോയി. അവൻ വിറയ്ക്കുകയായിരുന്നു. കാരണം ഇത്രയും വിലപിടിപ്പുള്ള വസ്ത്രത്തിൽ ഈ ചെളി പൂണ്ട കാരണത്താൽ പിതാവ് തന്നെ മർദ്ദിക്കും എന്ന് അവൻ ഭയപ്പെട്ടു. അവൻ നോക്കിയപ്പോൾ അവനെ കണ്ട ഉടനെ തന്റെ പിതാവ് അവനെ കൈകളിലെടുത്ത് ഉമ്മ വയ്ക്കുകയായിരുന്നു. ആ മകൻ ആശ്ചര്യത്തോടെ പിതാവിനോട് ചോദിച്ചു, പപ്പ, എന്റെ വസ്ത്രമാകെ ചെളി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, പപ്പയ്ക്ക് എന്നോട് ദേഷ്യം തോന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവ് പറഞ്ഞു, മകനെ, നിന്റെ വസ്ത്രത്തിൽ പുരണ്ട ചെളിയേക്കാൾ പ്രാധാന്യം എനിക്ക് നിന്നോടാണ്. പ്രിയമുള്ളവരെ, സമൂഹമൊക്കെ നമ്മെ വെറുക്കും, സമൂഹമൊക്കെ തള്ളിക്കളയും, എന്നാലും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകത്തില്ല. സമൂഹം എല്ലാം നമ്മെ വിടക്കെന്ന് പറയട്ടെ, നമ്മുടെ ചർച്ചകൾ നമ്മെ തള്ളിപ്പറയട്ടെ, നമ്മളെ മാറ്റി നിർത്തട്ടെ, നമ്മളെ ഇറക്കി വിടട്ടെ, എന്തൊക്കെ ചെയ്താലും ഇന്നും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന കാര്യം മറന്നു പോകല്ലേ. നീ നിരാശപ്പെട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടുവാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നതും ദൈവം നിന്നെ സ്നേഹിക്കുന്നതും. വേദപുസ്തകത്തിൽ ആ ധൂർത്തപുത്രന്റെ കഥ പരിശോധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനിടയാകുന്നു. അവൻ ഉള്ളതെല്ലാം വിറ്റുപറങ്ങി കളഞ്ഞു, ധൂർത്തടിച്ചു, എന്നിട്ടും മടങ്ങി വന്നപ്പോൾ ആ പിതാവ് എന്ത് ചെയ്തു? അവനെ സ്നേഹിച്ചു, ചുംബനം കൊടുത്തു, പുതുവസ്ത്രം കൊടുത്തു, അവനെ മാനിച്ചുവെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞ് അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. സമൂഹം നമ്മെ എന്തോ പറയട്ടെ, സമൂഹം നമ്മെ തള്ളി പറയട്ടെ, എങ്കിലുമോ നമ്മൾ വീണുപോകാതെ നമ്മെ ഇന്നും സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിലേക്ക് നമുക്ക് മടങ്ങി വരാമോ? നമ്മൾ പിന്മാറിപ്പോകുന്നതോ നമ്മൾ തകർന്നു പോകുന്നതോ അല്ല എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഇന്നും സ്നേഹിക്കും, നമ്മളെ മാറോട് ചേർക്കുന്നു. ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ പ്രഭാതത്തിൽ ഏവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ ഈ സന്ദേശം വെച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം.